വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് ആചരണത്തെ കുറിച്ച് തർക്കം. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. നിയമപാലനം ക്രൈസ്തവ വീക്ഷണത്തിൽ. നിങ്ങൾ നിയമം കാത്താൽ നിയമം നിങ്ങളെയും കാക്കും എന്ന പരമ്പരാഗതമായ ജീവിത ദർശനത്തിന് ആവശ്യാനുസൃതം തിരുത്തൽ കുറിക്കേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു. നിയമങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യന്റെ ആത്യന്തികമായ നന്മയ്ക്കും സുസ്ഥിതിക്കും ഉപകരിക്കുന്നതായിരിക്കണം നിയമങ്ങൾ. ദൈവിക നിയമങ്ങളായാലും മാനുഷിക നിയമങ്ങളായാലും ഈ ആത്യന്തിക ലക്ഷ്യമാണ് അവിടെ സഫലമാകേണ്ടത്. അതുകൊണ്ട് നിയമങ്ങളെ നിരന്തരം പഠനവിധേയമാക്കിക്കൊണ്ടേയിരിക്കണം. മനുഷ്യന്റെ ആത്യന്തികമായ നന്മയ്ക്കും സുസ്ഥിതിക്കും അവ ഉപകരിക്കുന്നില്ല എന്ന് വരികിൽ അവ ഉപകരിപ്പിക്കത്തക്ക വിധത്തിൽ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്ക് വ്യത്യാസം വരുത്തുക മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് യേശു അതിനെ നോക്കിക്കാണുന്നത്. ഇവിടെ നിയമങ്ങൾക്കല്ല ഏറ്റവും പ്രാധാന്യം. നിയമങ്ങൾക്ക് പ്രാധാന്യമുള്ളതിനേക്കാൾ വലിയ പ്രാധാന്യം മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയാണ് നിയമങ്ങൾ. നിയമങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യനാകേണ്ടത്. മനുഷ്യന്റെ സുസ്ഥിതിയും ആത്യന്തികമായ നന്മയ്ക്കും ഉപകരിക്കുന്ന രീതിയിൽ ആയിരിക്കണം നിയമങ്ങളുടെ ക്രോഡീകരണം. അല്ലാത്ത നിയമങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് യേശുവിന്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ജീവിത വീക്ഷണം. ഈ ജീവിത വീക്ഷണം ജനങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നത്, സാബത്ത് മനുഷ്യന് വേണ്ടി ഉള്ളതാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയുള്ളതല്ല എന്ന്. യേശുവിന്റെ ശ്രോതാക്കളായിട്ടുള്ള മനുഷ്യരെ ശാപത്ത് എന്ന് പറയുന്ന നിയമം അലംഘനീയമായിട്ടുള്ള ദൈവിക നിയമമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനോടാണ് യേശു ഇത്തരത്തിൽ പ്രസ്താവിക്കുന്നതെന്ന് നോക്കണം. അങ്ങനെ അലംഘനീയമായിട്ടുള്ള ദൈവിക നിയമമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ നിയമം പോലും മനുഷ്യന്റെ സുസ്ഥിതിക്കും ആത്യന്തികമായ നന്മയ്ക്കും ഉപകരിക്കാൻ വേണ്ടി കൂടെയാണ് ദൈവം ആ നിയമങ്ങൾ മനുഷ്യന് നൽകിയിട്ടുള്ളത് എന്ന് മറന്നു പോകരുത് എന്നുള്ളതാണ് യേശുവിന്റെ ഈ നിർദ്ദേശത്തിന്റെ പൊരുള്. അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള മനുഷ്യ നന്മയും മനുഷ്യന്റെ സുസ്ഥിതിയും മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ സമൂഹത്തിലെ ഒരു നിയമത്തിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ് ക്രൈസ്തവ വീക്ഷണം എന്ന് ഇന്നത്തെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു.